ദാസേട്ടന്റെ കൂടെയുള്ള വീഡിയോ ലീക്കായെന്ന് കേട്ടല്ലോ. അയ്യോ എടാ, ദാസേട്ടന്റെ കൂടെ അല്ലടാ മോനെ, നിന്റെ തന്തയുടെ കൂടെയുള്ള വീഡിയോ ആയിരുന്നു. തന്തയുടെ കൊണ്ടേലും ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ വർഷം അങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ നടത്തുന്നില്ല. ഒരു ചടങ്ങ് നടത്തുന്നില്ല എന്നുള്ള സത്യമാണ്. ഞാൻ ചിലപ്പോൾ കാണും, എനിക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. മനസ്സിലായോ? അവിടെ എല്ലാവർക്കും നമസ്കാരം. രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാറില്ല. ചെയ്യാത്ത വേറൊന്നുമില്ല, അറിയാലോ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞോ പടർത്തി എന്ന് പറയണ്ട. ഞാൻ വിട്ട കേസ് എന്തേലും ചെയ്ത് എന്തേലും കാട്ടി കൂട്ടിട്ട് ആ മൈൻഡിലോട്ട് പോയി. പ്രത്യേകിച്ച് അവരുടെ റീൽസ് എടുത്ത് വെച്ച് ഇനി എനിക്ക് കളിയാക്കാനോ ഈ പറയുന്ന പോലെ എനിക്ക് ആ ഒരു മൈൻഡ് ഇല്ല, പോട്ട് എന്നുള്ളൊരു ഇതായി. പക്ഷെ ഈ ഒരു ടോപ്പിക്ക് ഞാനിപ്പോൾ എടുക്കാനുള്ള ഒരു റീസൺ ഉണ്ട്. എടേ, നെഗറ്റീവ് റീച്ച് അങ്ങനെയുള്ള റീച്ചും മതി, പൈസയും മതി എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ല. പ്രത്യേകിച്ച് രേണുവിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ടീംസുകളൊക്കെ നെഗറ്റീവിലൂടെ ആയാലും കുഴപ്പമില്ല, റീച്ച് ഉണ്ടാക്കിയാൽ മതി, 10 ആളെന്നെ തെറി വിളിച്ചാലും കുഴപ്പമില്ല, റീച്ച് ഉണ്ടാക്കിയാൽ മതി. അതെന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസൺ രേണു തന്നെയാണ്. പൂര തെറിവിളിയും പൂര നെഗറ്റീവും കേട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഷോയ്ക്കകത്ത് രേണുവിന് എൻട്രി കിട്ടി. അപ്പൊ ഇവരെയൊക്കെ വിചാരം, ഈ കൂടെ നിൽക്കുന്ന ടീംസിന്റെയും അല്ലെങ്കിൽ ഇതുപോലെ കോപ്രായങ്ങൾ കാണിക്കുന്ന ടീംസിന്റെ വിചാരം, ഇതുപോലെ പൂര നെഗറ്റീവും പൂര തെറിവിളിയും കേട്ട് കഴിഞ്ഞാൽ എനിക്കും കിട്ടും അല്ലെങ്കിൽ നമുക്കും കിട്ടും ബിഗ് ബോസിൽ എൻട്രി എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് ആയാലും മതി നമുക്ക് റീച്ച് എന്നുള്ളൊരു മൈൻഡാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നുണ്ട്? ചിലപ്പോൾ നിങ്ങളെ പോലുള്ള കുറേ ടീംസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ നെഗറ്റീവ് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പോക്കർത്തനങ്ങൾ കാണിച്ച് കൂട്ടിയിട്ട് ഈ പുറത്ത് 10 ആൾക്കാരുടെ മുന്നിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നു? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ രേണുവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഫുള്ള് നെഗറ്റീവ് ആയി സബ്സ്ക്രിപ്ഷൻ അത് ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് നെഗറ്റീവായിട്ട് ഇവർക്ക് ഇനാഗ്രേഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്, അത് ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്ന കൂടെ നിൽക്കുന്ന ടീംസും ആ ഒരു വേയിലോട്ട് നമുക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡിലോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ആയാലും അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഓരോ പോക്കൃത്തനങ്ങളും മറ്റൊരാളെ മറ്റൊരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ ഓരോ പോക്കൃത്തനങ്ങൾ ഊളത്തനങ്ങൾ കാണിക്കുമ്പോൾ അത് വേറൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇതുപോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെയൊക്കെ ആവാം അല്ലേ എന്നുള്ളൊരു തോട്ട് വരും. ഈ രേണുവിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ എണ്ണത്തിൻ്റെ തോട്ട് അത് തന്നെയാണ്. അത് കാരണമാണ് ഇതുവരെ എത്തിയത്. എന്തായാലും നമ്മുടെ സജിനെ അറിയാലോ, പ്രത്യേകിച്ച് പറയണ്ട. രേണുവിൻ്റെ വലം കൈ ഇടങ്കാലം എന്നുള്ള മൂഡിൽ നിൽക്കുന്ന ടീംസാണ്. അയ്യോ ഞങ്ങളുടെ ആൽബം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, നെഗറ്റീവായാലും കുഴപ്പമില്ല, എടുത്തൊന്ന് ട്രോളുവോ ഈ സെറ്റപ്പിൽ. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് ഞാൻ നിങ്ങൾക്ക് തോന്നിയത്. പണ്ട് നിങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ എങ്ങനെയെങ്കിലും കയറാൻ പറ്റുകൂടെ എന്ന്. ആ ഒരു കാര്യമൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇതൊന്നും ഒന്നുമല്ല, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു മകനുണ്ട്, അങ്ങനെ ഇങ്ങനെ കല്യാണം ആലോചിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ ഒരു അയ്യോ ഞങ്ങളെടുത്ത് ട്രോളാണ്. ഈ ട്രോളുക എന്ന് പറയുന്നത് നല്ല ഇതല്ല, ആക്ഷേപാസ്യമാണ്. എങ്കിലും ട്രോളുമ്പോൾ നമ്മളെ നെഗറ്റീവിലോട്ടാണ് എത്തിക്കുന്നത്, കളിയാക്കുകയാണ്, ചിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്, പുച്ഛിക്കുകയാണ്. അതാണ് ട്രോൾ മെറ്റീരിയൽ ആയി മാറുക. ഇപ്പൊ ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര, ഇതെല്ലാം ട്രോൾ മെറ്റീരിയലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആൾക്കാരുടെ മുന്നിൽ വെറും ഒരു കോമാളി മാത്രമാണ്. ആ ഒരു സെറ്റപ്പിലോട്ടാണ് മാറുന്നത്. അതുകൊണ്ട് ട്രോൾ എന്ന് പറയുന്നത് നമുക്ക് റീച്ച് കിട്ടും. നമ്മൾ ട്രോളിൽ കയറുമ്പോൾ റീച്ച് കിട്ടും. ഇപ്പം ഞാനും ട്രോളിൽ കയറിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നെ വേറൊരു എടുത്തിട്ട് ചീത്ത വിളിച്ചാൽ എന്നെ അടിച്ച് കയറി കയറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ അളക്കുന്നതിനെ ട്രോളാക്കി എടുത്ത് മറ്റുള്ളവരെ അലക്കാനും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ട്രോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളെ എടുത്തു വെച്ചിട്ട് വേറൊരാളെ അടിക്കുന്നത് പോലെ അല്ല. പക്ഷെ ഒരാളെ ഇട്ട് അടിക്കുന്ന ട്രോൾ മെറ്റീരിയൽ അത്ര നല്ല സുഖമുള്ള പരിപാടിയല്ല. നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധങ്ങളില്ല. എന്തോന്ന് പറയാൻ. എന്തായാലും രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ഞാൻ വലിച്ചു കയറാനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പ്രതീക്ഷിച്ച് വീഡിയോ കാണുന്നവർ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്, അത്രയും ഞാൻ പറയും, ഞാൻ പോകും. കിച്ചുവിനൊക്കെ ഇനാഗ്രേഷൻ വിളിക്കുന്നു, കിച്ചു പോയി ഇനാഗ്രേഷൻ ചെയ്യുന്നു, അതൊക്കെ കാണാറുണ്ടോ? നല്ല കാര്യം. എന്റെ പൊന്ന് ഫുൾ ഫ്രെയിം എന്നോട് ഇനി ചോദിക്കരുത്, താല്പര്യമില്ല പറയാം. കാരണം ഇനോഗ്രേഷൻ ചെയ്യുന്നത് നല്ലതാണ്, റീച്ച് കിട്ടട്ടെ, ഇനോഗ്രേഷൻ ചെയ്യട്ടെ, നല്ല കാര്യം. നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയില്ല. സൂപ്പറാണ്, അടിപൊളിയാണ്, സൂപ്പർ. ഹാപ്പി ആയിട്ടല്ലേ സൂപ്പർ ആണെന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങള് ഇനോഗ്രേഷൻ സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു ചാനൽ വന്ന് ചോദിച്ചാൽ അമ്മയെ കുറിച്ച് എന്താ അഭിപ്രായം, ഇപ്പൊ എന്താ പറഞ്ഞത്, സൂപ്പർ ആണെന്നല്ലേ പറഞ്ഞേ. അതുപോലെ എനിക്കും തിരിച്ച് അവൻ സൂപ്പറാണ്, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞ ഒരു 5 ഇതൊക്കെ ഓർക്കാൻ തന്നെ നമുക്ക് എന്താ പറയാ ചേട്ടാ, നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇമോഷനാണ്. കാരണം 11 വയസ്സ് കിട്ടിയതാണ്. അതൊക്കെ എനിക്ക് സുചിച്ചാന്നുള്ളപ്പത്തേന് കിട്ടിയ കുട്ടിയാണ്. എന്റെ കടമ ഞാൻ അതുപോലെ നിർവഹിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
പിന്നെ ഇപ്പോഴത്തെ കാലമാണ്, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ വഴി അത് ഇതൊക്കെ എന്തുമാകട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതുവരെയും എന്നെ അമ്മയെന്ന് വിളിക്കുന്നിടം വരെ ഞാൻ അവന്റെ അമ്മ തന്നെയായിരിക്കും. ഇന്നും ഞാൻ പറയുന്നു അതുവരെ. ഇപ്പോഴും ഞാൻ പറയാം അതുവരെ എന്റെ മകനായിരിക്കും. വീണ്ടും ഞാൻ പറയാം അതുവരെ അമ്മയെന്ന് വിളിക്കുന്നിടം വരെ എന്റെ മകൻ തന്നെയായിരിക്കും. എനിക്ക് പറയാനുള്ളൂ ഇതിനെപ്പറ്റി. രേണു പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും രേണുവിന്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കാത്ത മാത്രമാണ് പലപ്പോഴും നടക്കുന്നത്. ചിലതൊക്കെ പ്രതീക്ഷിച്ചിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രതീക്ഷിക്കാത്ത പല പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതായത് രേണു തന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കിച്ചുവിന്റെ കേസ് പറയുന്നുണ്ട്. അൽക്കുലത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനുള്ള കാര്യം പറയാം. ഇവിടെ കിച്ചു ആയാലും എല്ലാം 4 വാക്കാണ് കിടക്കുന്നത്. അവൻ അവന്റെ കാര്യം നോക്കി പാട്ടൊക്കെ പാടി പോട്ടെ, എല്ലാവരും ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടെ. രേണു ആയാലും എനിക്ക് പറയാനുള്ള വേറൊന്നുമില്ല. ഞാനിപ്പോൾ രേണുവിന് അസുഖം ഉണ്ടെന്നോ ഇല്ലെന്നോ സ്ഥാപിക്കുന്നില്ല. പക്ഷേ കാലം അതിനുത്തരം രേണു തന്നെ പറയും. പറയുന്ന സമയത്ത് എന്നെ തെറി വിളിച്ചവരെല്ലാം കൂടി വീണ്ടും തെറി വിളിക്കാനായിട്ടോ അല്ലെങ്കിൽ അതുല നീ പറഞ്ഞ് ശരിയാണെന്ന് പറയാനായിട്ടോ വോട്ടവർ നിങ്ങൾക്ക് വരാം. ഇപ്പോഴും റീസൺലി ഇതാ രാവിലെ കൂടി ഞാൻ എണീറ്റപ്പോൾ രേണുവിന് ഇന്ന അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. എനിക്ക് അങ്ങനെ ആൾക്കാർ മെസ്സേജ് ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തർ ചോദിക്കുകയാണ്. കാരണം പലരും വീഡിയോസ് കണ്ടതിന് ശേഷം അതിൽ പറയുന്ന ഉള്ളതാണോ എന്താണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ പറയും, ഞാൻ അപ്പോഴും ചിലരടുത്തൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഉത്തരം പറഞ്ഞു. ചിലടത്ത് പറഞ്ഞു കാലം തെളിയിക്കട്ടെ, രേണു വന്ന് പറയട്ടെ ഇതിൻ്റെ കറക്റ്റ് ക്ലാരിഫിക്കേഷൻ എന്നെങ്കിലും അന്ന് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു ഒഴിഞ്ഞും മാറാറുണ്ട്. ഓക്കെ, വോട്ടവർ. എന്തായാലും കിച്ചു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് രേണു സംസാരിച്ചത്. കിച്ചു എത്രത്തോളം കാലം അവൾ അമ്മയെന്ന് വിളിക്കുക, അത്രത്തോളം കാലം അവൾ ആ മോനെ പോലെ കരുതുമെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വെറും സോഷ്യൽ മീഡിയ, വെറും അൽക്കുലത്ത് പെർഫോമൻസ് മാത്രമാണ്, അല്ലാണ്ട് ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വോട്ടവർ. അതും കടന്നു പോട്ടെ. നമുക്ക് മെയിൻ വിഷയത്തിലോട്ട് വരണം. അതിനു മുമ്പ് ഒരു ഉത്കണ്ഠാബോധമല്ലല്ലോ, നമുക്കൊരു ഉള്ളടക്കം വേണം. ഓക്കെ, ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ വർഷം അങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ നടത്തുന്നില്ല. ഒരു ചടങ്ങ് നടത്തുന്നില്ല എന്നുള്ള സത്യമാണ്. ഞാൻ ചിലപ്പോൾ കാണും, എനിക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. മനസ്സിലായോ? അവിടെ വീട്ടിൽ ഒരു ചടങ്ങും ഇല്ല നമുക്ക്. പിന്നെ രേണുവിന്റെ തുണിയില്ലാതെ നടക്കുന്ന ഏത് ഫോട്ടോ നിങ്ങളത് ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു. ഇത് നമ്മളൊരു ചാനലാണ്. അപ്പൊ ഇതെന്താണ് വിഷയം എന്ന് അറിയാമോ? ഈ പറഞ്ഞ ഇപ്പൊ മഞ്ജു ആന്റണിയുടെ ഒരു ഇതാണ് വന്നിട്ടുള്ളത്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ജു എന്ന് പറഞ്ഞാൽ ഇവർക്ക് സജിനെ വോയിസ് അയച്ചു. രേണുവിന്റെ എന്തും നിങ്ങളെടുത്ത് കണ്ടന്റ് ആക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ഷോർട്ട് ഫിലിം എടുത്ത് ട്രോളാക്ക്. ഇവിടെ ഇവരെയൊക്കെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല, വലിച്ചൂരി ഒട്ടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് 10 റീച്ച് വേണം എന്നുള്ളൊരു ഇന്റൻഷനാണ്. അത് അത്ര നല്ല ഇന്റൻഷൻ അല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല ഇന്റൻഷൻ അല്ല. എന്നെയും പലരും എടുത്തിട്ട് അലക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട്. എനിക്ക് പറ്റുന്നിടത്ത് റീച്ച് ഔട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. അത് അങ്ങനെ അല്ല ഇങ്ങനെയാണെന്ന് ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ആവശ്യം അങ്ങനെയല്ല. നെഗറ്റീവിലൂടെ ഉണ്ടാക്കുന്ന റീച്ച് കൊണ്ട് എന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ നേടാമെന്നാണ് ഇവരൊക്കെ വിശ്വസിക്കുന്നത്. അത് തെറ്റായ ധാരണ മാത്രമാണ്. ഇപ്പോൾ ഇവരൊക്കെ ഇവിടെ തന്നെ എക്സ്പോസ് ആവുകയാണ്. ഈ രേണുവിൻ്റെ കൂടെ നിൽക്കുന്ന ടീംസുകളൊക്കെ. രേണു ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. നെഗറ്റീവ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുവിനെ അറിയില്ല. ഞാൻ പിന്നെ വലിച്ച് കീറാത്തത് വേറെ ഒന്നുമില്ല. ഞാൻ നോർമലി സംസാരിച്ച് പോകണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് എടുത്തത്. അല്ലാതെ ഇനി ഇവളുടെ റീലെടുത്ത് വെച്ചിട്ട് ഡാൻസ് കളിക്കാനോ കളിയാക്കാനോ ഒന്നും ഞാൻ വരത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മഞ്ജു ആന്റണിയുടെ ആ വീഡിയോ ഒന്ന് കാണാം. മഞ്ജു ആന്റണിയുടെ വീഡിയോയിൽ മഞ്ജു ആന്റണി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് കേട്ട് നോക്കാം. പിന്നെ രേണുവിന്റെ തുണിയില്ലാതെ നടക്കുന്ന ഏത് ഫോട്ടോ നിങ്ങളത് ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു. ഇത് നമ്മളൊരു ചാനലാണ്. ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇടുന്നത് നമ്മുടെ ചാനലാണ്. അപ്പം അതെടുത്ത് ട്രോള് എന്ന് പറഞ്ഞത് അത്ര വലിയ മഹാ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ സജിനെ വിളിച്ച് തിരക്കാനേ പോയില്ല. ഈ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് തിരക്കാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ വേറൊരാളെ വിളിച്ചിട്ട് ഈ അസുഖ വിവരം തിരക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം മുന്നേ സജിന വീണ്ടും എനിക്കൊരു വോയിസ് ഇട്ട്. ആ വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇത് രേണുസുതി അഭിനയിച്ച പുതിയ ഷോർട്ട് ഫിലിമാണ്. അതിനകത്തുനിന്ന് എടുത്ത് ക്ലിപ്സ് എല്ലാം എടുത്തിട്ടൊരു ട്രോള് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ചാനൽ നമ്മുടെയാണ്, കമോൺ മീഡിയ എന്നാണ് ചാനലിന്റെ പേര്. ഹൈപ്പ് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യട്ടാ. വീഡിയോ കണ്ടിട്ട് അതിനകത്തുനിന്ന് എന്തെങ്കിലും ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് ട്രോൾ ചെയ്യുന്നെങ്കിൽ ട്രോൾ ചെയ്യാം. ഇതിനകത്ത് സജീന എന്താണ് പറയുന്നത്? ആ ഒരു ആൽബം, അവരുടെ പുതിയതായിട്ട് തുടങ്ങുന്ന ആൽബം, അത് ഞാൻ എടുത്തിട്ട് വേണമെങ്കിൽ ട്രോള് ചെയ്തോ. അതായത് എനിക്കൊരു ഉപകാരം തരികയാണ്, വേണമെങ്കിൽ ട്രോള് ചെയ്തോ. ഞാൻ ട്രോൾ ചെയ്യാൻ പോയില്ല. ഞാൻ ആ ഒരു നോക്കാനേ പോയില്ല, തിരിച്ച് റിപ്ലൈ കൊടുക്കാനും പോയില്ല. കാരണം വേണമെങ്കിൽ ട്രോള് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എടുത്തിട്ട് ട്രോളാൻ വേണ്ടി സജീന എന്നോട് ആവശ്യപ്പെട്ട് എൻ്റെ വാട്സപ്പിൽ സജീന അയച്ച വോയിസ് മെസ്സേജാണ്.
ഇത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, ആ ഫ്രണ്ട്സുകളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എന്നോട് സജീന ഈ ഒരു വിഷയം ട്രോൾ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. രേണുവിന്റെ തുണിയില്ലാതെ നടക്കുന്ന ഏത് ഫോട്ടോ നിങ്ങളുടെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു. ഇത് നമ്മളൊരു ചാനലാണ്, പിന്നെ എന്തുവാ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇടുന്നത് നമ്മുടെ ചാനലാണ്. അപ്പം അതെടുത്ത് ട്രോള് എന്ന് പറഞ്ഞത് അത്ര വലിയ മഹാ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനു മുമ്പ് ഇയാൾക്ക് ഇട്ടുന്ന വോയിസ് എടുത്തിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. അത് ഞാൻ റിയാക്ട് ചെയ്തോളാം. എന്തായാലും ഈ കമന്റ് ഇടുന്നവളുമാരുടെ ഒക്കെ കഴപ്പ് എനിക്ക് തീർത്തു കൊടുക്കണമല്ലോ. അപ്പൊ ചേച്ചി കഴപ്പ് തീർക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് കൊള്ളാം, നല്ലതാ, നല്ല പരിപാടിയാണ് കേട്ടോ, നല്ല അന്തസ്സുള്ള പരിപാടി. ഞാനൊരു കാര്യം പറയട്ടെ, നിലവാരമോ ഇല്ലാത്ത സാധനങ്ങളാണ് ഈ സാധനങ്ങൾ. അതിൽ സജീന മുൻപന്തിയിൽ ഇപ്പൊ നിൽക്കുകയാണ്. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്കും അറിയാം. അതായത് നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോ ട്രോൾ വീഡിയോ ചെയ്യുന്നവരോ ഇല്ലെങ്കിൽ ഈ രേണു സുധിയോ ടീമോ ഒന്നും പിന്നെ ഇല്ല, ഉള്ള കാര്യം പറയാം. നമ്മളെപ്പോലെ ആരെങ്കിലും ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ ഒന്നുമില്ല. അവർ പിന്നെ ഒരു പട്ടിക്കുഞ്ഞുപോലും തിരിഞ്ഞ് നോക്കത്തില്ല. അതാണ് വാസ്തവം, മനസ്സിലായോ? അതാണ് വാസ്തവം. പിന്നെ ഒരു പട്ടിക്കും വേണ്ട ആരും തിരിഞ്ഞു നോക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ വരില്ല. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. രേണുസുധിയുടെ വീഡിയോ അല്ലെങ്കിൽ രേണുസുധി ആൽബം കാണാൻ ഇവിടെ ഒരുത്തനുമില്ല, ഒരുത്തിയുമില്ല. നമ്മളെപ്പോലെ ആരെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അത് 10 പേര് കാണും. അതിൻ്റെ അടിയിൽ റെക്കമെൻഡേഷനിൽ അവർ ആൽബംസോ കാര്യങ്ങളൊക്കെ ഓടാറുണ്ട്. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഉള്ള രോദനമാണ്. അതായത് നമ്മളെപ്പോലെ ആരെങ്കിലും ഒക്കെ എടുത്ത് റിയാക്ട് ഒന്ന് ചെയ്യണം, ചെയ്യുമ്പോഴേ നമുക്കും റീച്ച് ഔട്ട് കിട്ടുള്ളൂ. ആ സാധനമാണ് ഇവിടെ സജീന പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇവളുടെയൊക്കെ നിലവാരങ്ങൾ ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ? എനിക്ക് ഇതിനുമായിട്ടൊന്നും ഒരെണ്ണമായിട്ട് ഞാൻ കമ്പനി വയ്ക്കത്തില്ല, സംസാരിക്കത്തോലുമില്ല, എനിക്ക് താല്പര്യമില്ല. എനിക്ക് എവിടെ ഒരു സാധനം അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രേണുവിൻ്റെ ഈ അസുഖത്തിൻ്റെ കേസും സോഷ്യൽ മീഡിയയിൽ ഈ സാധനം വന്ന് വീഴുന്നു. അത് എൻ്റെ വോയിസ് എടുത്ത് വെച്ചിട്ടാണ് മറ്റവരെടുത്ത് വീഡിയോ അടിച്ചത്. അത് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പ്രതികരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ നേരത്തെ ഇത് അറിഞ്ഞിട്ട് നീ എന്താടാ. ഞാൻ പറഞ്ഞു, ഞാൻ ഒരാഴ്ച മുന്നേ ബാക്ക് അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കൺഫേം ഒന്നും ഞാൻ ആക്കിയിട്ടില്ല. എനിക്കറിയത്തില്ല രേണുവിൻ്റെ കേസായതുകൊണ്ട് തന്നെ ഉടായ്പകൾ സംഭവിക്കുമെന്ന് ഡൗട്ടാണ്. കാരണം പറ്റിക്കാൻ വേണ്ടിയിട്ടും വീഡിയോ ചിലപ്പോൾ നിർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങളായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ വിട്ടില്ല. അപ്പോൾ ഒരാഴ്ച ബാക്ക് ഞാൻ ഇങ്ങനെ സംഭവം അറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. പക്ഷേ കൺഫേം ആണോ അല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല, ഇത് സത്യമാണോ എന്നും അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് അന്വേഷിച്ചു. ഞാൻ അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരാഴ്ച ബാക്ക് നീ അറിഞ്ഞിട്ട് വീണ്ടും രേണുവിനെതിരെ വീഡിയോ തന്നു. ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ അറിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഇങ്ങനെ ഒരു സാധനം അറിയുമ്പോൾ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ഞാൻ അന്വേഷിക്കണമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ സർക്കിളിൽ ഞാൻ അന്വേഷിച്ചു. ഞാൻ ചെങ്ങന്നൂർ വേറൊരു ആവശ്യമായിട്ട് പോയപ്പോഴും ഞാൻ അന്വേഷിക്കേണ്ട രീതിയിൽ ഞാൻ അന്വേഷിച്ചു. ഇത് അടിയിൽ കൂടി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്നേ ദിവസം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നും കൊണ്ട് ഞാൻ വീഡിയോ ഇട്ട്. അതായത് കിച്ചുവിൻ്റെ ഒരു ബൈക്ക് കണ്ട സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ട്, രേണു നിനക്ക് നിന്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആ ഒരു ഡേറ്റ് അനുബന്ധിച്ചിട്ടുള്ള ഞാൻ ചെങ്ങന്നൂരിൽ പോയിട്ടുള്ള ഫോട്ടോയും ഞാൻ പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. സ്റ്റോറിയില്ല, പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത റീൽ ഇതാണ്. അപ്പം ഞാൻ അന്നും ആ സാധനം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രേണു നിന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങിയൊക്കെ പോ എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് ആ റീലിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറെ ഒന്നുമില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം അറിയുമ്പോൾ ഒരാൾക്ക് നമ്മൾ ശത്രുവിനായാൽ പോലും ഒരു അസുഖം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സലിയും. അത് ചിലപ്പോൾ ഞാൻ വലിയ തെറ്റുകാരനായിരിക്കും, ഞാൻ വലിയ ക്രൂരനായിരിക്കും, എൻ്റെ മനസ്സലിയും. അലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഇനി വിടാം, ആ ഒരു മൈൻഡ് എനിക്ക് വരും. അത് ഇത്ര വലിയ അപരാധമാണ്, ഇത്ര വലിയ തെറ്റാണ്. കുറേ പേരൊക്കെ പറയുന്നുണ്ട് എനിക്ക് നിലപാടില്ലെന്ന്. എന്ത് നിലപാട്? ഒരാൾക്കൊരു അസുഖം വരുന്നെന്ന് അറിയുമ്പോഴാണോ ഞാൻ വലിച്ചൂരി ഒട്ടിക്കേണ്ടത്? അത് ചെയ്യുന്നവരൊക്കെ കാണും. എനിക്കത്രയും മനസാക്ഷി കുത്തില്ലാത്തവനൊന്നുമല്ല ഞാൻ അതുകൊണ്ട് എൻ്റെ മനസാക്ഷിക്ക് ഒത്ത പരിപാടികളൊക്കെ ചെയ്ത്. പിന്നെ ഈ ഒരു സംഭവം കേട്ടപ്പോൾ 10 പറയണമെന്ന് തോന്നി. ഇനിയെങ്കിലും ഈ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഈ മടൽ വെട്ടി സാധനങ്ങളെയൊന്നും മൈൻഡ് ചെയ്യരുത്. ഞാൻ വിട്ട് ഇതിനെയൊക്കെ വിട്ട്. കാരണം ഇത് വെറും വൃത്തികെട്ട സാധനങ്ങളാണ്. എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ അവിടെ ഇവിടെയൊക്കെ കയറി പറ്റാൻ വേണ്ടിയിട്ട് കിടന്ന് അൽക്കുലുത്ത് പരിപാടികൾ കാണിക്കുന്ന കുറേ ചീഞ്ഞളിഞ്ഞ സാധനങ്ങളാണ്. ഇതിനൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. നെവർ മൈൻഡ്. ഞാൻ വിട്ട്. പക്ഷെ ഇതെനിക്ക് പറയണമെന്ന് തോന്നുന്നു. കാരണം ഇതാണ് ഇവരുടെയൊക്കെ ഇന്റൻഷൻ. നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, ആൾക്കാർ തള്ളക്കി വിളിച്ചാലും കുഴപ്പമില്ല, പൈസ ഉണ്ടാക്കണം, റീച്ച് ഉണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ തൊട്ടിത്തനങ്ങൾ കാണിക്കണം. കാരണം ഞാൻ അതും പറഞ്ഞുതരാം. ഇവരൊക്കെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രേണുവിന് നെഗറ്റീവ് ആയാലും അവർക്ക് ഉദ്ഘാടനം കിട്ടുന്നു, പ്രൊമോഷൻസ് കിട്ടുന്നു. പിന്നെ എന്താ നമുക്ക് നെഗറ്റീവ് ആയാലും നമുക്ക് കിട്ടൂലേ ഉദ്ഘാടനം, പ്രൊമോഷൻ, ബിഗ് ബോസ് പോലത്തെ ഷോ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരും വലിയ ആൾക്കാരായില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യരുത്. കാരണം സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഉദ്ഘാടനങ്ങളും പ്രൊമോഷൻസും ഒക്കെ കൊടുക്കുമ്പോൾ നാളെ ഇതുപോലെ ഒരുപാട് എണ്ണം ഇറങ്ങിത്തിരിക്കും. ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിലൂടെ ഇവരെ ഓരോ അപരാധങ്ങൾ കാണിക്കുമ്പോൾ ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ട് നാളെ ഒരുപാട് പേര് ഇതുപോലെ പൈസ ഉണ്ടാക്കാനും ഇത്രയും സപ്പോർട്ട് കിട്ടുമ്പോഴും ഇത്രയും പൈസ കിട്ടുമ്പോഴും ഇതുപോലെ പൈസ ഉണ്ടാക്കാനും സപ്പോർട്ടിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും. നാട് മുടിയും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്
ഞാൻ പറയുന്നതിന്റെ കഴമ്പ് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നവരൊന്ന് മനസ്സിലാക്കുക. ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കുറെ പേരൊക്കെ എന്നെ തെറി വിളിച്ചിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഇനി രേണുവിന്റെ ബാക്കി സംസാരം കേൾക്കാം. സുധിയുടെ ആണ്ടിന് രേണു ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളൊരു തരത്തിലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇനിയിപ്പോ സുധി ഒന്നും വേണ്ടല്ലോ, സുധിനെ കുറെ വിറ്റ് കാശാക്കില്ലേ രേണു. ഇനിയിപ്പോ സുധി ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഈ സുധി ഉള്ളത് കൊണ്ടാണ് എന്നെ വിറ്റ് ഇവന്മാര് കാശാക്കിയത്. അപ്പൊ ഇവന്മാര് തന്നെയല്ലേ സുധിയെ വിറ്റ് കാശാക്കിയത്. പിന്നെ സുധിയുടെ ആണ്ട് 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷം, കഴിഞ്ഞ വർഷം സുധിയുടെ ആണ്ടാണ് വരണമെന്ന് പറഞ്ഞതിന് ഞാൻ കേട്ട സൈബർ തെറികളും ഞാൻ എന്നും കേൾക്കുന്നുണ്ട്. അത് ഇല്ലേലും ഉണ്ടെങ്കിലും ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ വർഷം അങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ നടത്തുന്നില്ല. ഒരു ചടങ്ങ് നടത്തുന്നില്ല എന്നുള്ള സത്യമാണ്. ഞാൻ ചിലപ്പോൾ കാണും, എനിക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. മനസ്സിലായോ? അവിടെ വീട്ടിൽ ഒരു ചടങ്ങുമില്ല. നമുക്ക് ഞാനത് പറഞ്ഞതാണ്, വീട്ടിൽ ഒരു ചടങ്ങുമില്ല. അതുപോലെ തന്നെ മൂന്നാം വർഷമായിട്ട് നമുക്ക് വീട്ടിൽ ഒരു ചടങ്ങും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കുടുംബക്കാര് പോയി തിരികെത്തിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ നമ്മളൊരു അനാഥാലയത്തിൽ കൊണ്ടുപോയി നമുക്ക് ഫുഡ് പിള്ളേരുടെ കൂടി ഒന്ന് കഴിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. അല്ലാതെ ഇതിൽ ഒരു ചടങ്ങും ഇല്ല. ഇനി ഇതിനകത്ത് പറയുന്നവര് പറയട്ടെ. അപ്പൊ ഞാൻ ഇന്ന് അവിടെ ഇല്ലാത്തപ്പോഴും വിമർശനമാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. രേണുസുധിക്ക് സബ്സ്ക്രിപ്ഷനും ചെയ്യാൻ പറ്റത്തില്ല, രേണുസുധിക്ക് വൈറം കാണിക്കാൻ പറ്റത്തില്ല, രേണുസുധിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവർക്കെല്ലാം എല്ലാം ചെയ്യും. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. രേണുസുധിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ബാക്കിയുള്ളവർക്ക് എന്തും ചെയ്യും. ഈ സാധനം തെറ്റാ രേണു നീ പറഞ്ഞത്. നിന്നെന്ന് മാത്രമല്ല, ഞാൻ എന്റെ ചാനലിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന പലരെ ഞാൻ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. എന്റെ കണ്ണിൽ പെടുന്ന എല്ലാത്തിനെയും. മനസ്സിലായ? ഞാനല്ലാതെ രേണുവിനെ മാത്രം ടാർഗറ്റ് ചെയ്തൊന്നുമല്ല. എന്റെ ചാനലിലേക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന എല്ലാവരും ഞാൻ അലക്കും. കാരണം എനിക്ക് താല്പര്യമില്ല. നാളെ എനിക്കിപ്പോൾ മക്കളൊന്നുമില്ല, കല്യാണം കഴിച്ചിട്ട് ഞാൻ മാരീഡ് ഒന്നുമില്ല, എനിക്ക് കുടുംബമില്ല. പക്ഷെ കുടുംബമുള്ള ഒരുപാട് പേരുണ്ട്. നാളെ എനിക്കൊരു കുടുംബമായി കഴിഞ്ഞാൽ, മക്കളുണ്ടായി കഴിഞ്ഞാൽ, എൻ്റെ മക്കൾ ഇതൊക്കെ കണ്ട് ഫേസ് ചെയ്ത് ഇതൊക്കെ കണ്ടും കേട്ടൊക്കെയാണ് വളരുന്നത്. അപ്പോൾ അവരും ചിന്തിക്കും, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവിടെ അക്സെപ്റ്റൻസി ഉണ്ടെന്ന്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള തിരിച്ചറിവുകൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ, നെഗറ്റീവായാലും കുഴപ്പമില്ല, റീച്ച് ഉണ്ടായാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അവർ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട് കുട്ടിച്ചോറാവും. നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി എന്ത് പോസിറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഇവരെ പോലെ ഉള്ളവരെയൊക്കെ അവരെ വഴിക്ക് അങ്ങ് വിട്ട് വേറെ വല്ല സൈറ്റിലൊക്കെ പോവുക. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തുലപ്പിക്കാതിരിക്കുക. അതുപോലെ ഉദ്ഘാടനം, പ്രൊമോഷൻ അങ്ങനെയൊക്കെ പിടിച്ച് കൊടുക്കാതിരിക്കുക. സത്യം അത് വളരെ ബാഡായിട്ടാണ് നമ്മളെ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. തുമ്പി പിടിച്ചോണ്ട് പോയി ഉദ്ഘാടനം, പരിപാടിയോട് പരിപാടി, ഇതൊക്കെ തന്നെയാണ്. എന്തുവാ ഇത്? എന്ത് മെസ്സേജാണ് അവർ സൊസൈറ്റി കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം അവർ സംസാരിച്ചിട്ടുണ്ടോ? കുറെ അപരാധിത്തനം കാണിച്ച്, ശരീരത്തിൽ മറച്ചു വയ്ക്കേണ്ട ഭാഗങ്ങളെ, ഫ്രസ്ട്രേഷനുള്ള കാമക്കടുകളെ കാണിച്ച് വിറ്റ് ജീവിക്കുന്നവളുമാരെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എന്തിനാണ് ഇവിടെ ഇനാഗുറേഷൻസ് അതും ഇതും കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത്? പതത്തറ്റിക് സിറ്റുവേഷൻ. ഒന്നും പറയാനില്ല. വളരെ പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി രേണു, നീ ആയാലും ഞാൻ പറയാം. ഓക്കെ, ബാക്കി എന്റെ പൊന്നു മനുഷ്യരെ, മരിച്ചാൽ നമ്മൾ മരിച്ചുപോയി എന്നൊരിതാണ്. മരിച്ചുപോയി, നമുക്ക് വിഷമം. ഏറ്റവും വലിയത് മരണം തന്നെയാണ്. അതിനും കഠിനമാണ് ഈ ഒരു രോഗമൊക്കെ വരുന്ന അവസ്ഥ. നിങ്ങളൊന്ന് ചുറ്റും നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോയി എത്രയോ കുഞ്ഞു മക്കൾ, ഒന്നും എന്താ പറയാ, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുമക്കൾക്ക് വരെ ഇതൊക്കെ വന്ന് നമുക്ക് അറിയാവുന്ന. നമ്മൾ ആഘോഷിക്കല്ല ചെയ്യേണ്ടത്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും കേട്ടാൽ നമ്മൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ എന്താ പറയാ, ഇന്നോ നാളെയോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും അറിഞ്ഞാൽ പ്രാർത്ഥിക്കുവാണ് വേണ്ടത്. എന്റെ കാര്യം ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞിരിക്കും. അല്ലാതെ ഇവര് പറഞ്ഞിട്ടോ അവര് പറഞ്ഞിട്ടോ അല്ല നിങ്ങൾ അറിയേണ്ടത്. അവര് പറയുന്ന അവരുടെ അവരിപ്പം പറഞ്ഞതിന് എന്താ, ദുബായിന്ന് സ്ഥിരീകരിച്ചത്. എന്ത് സ്ഥിരീകരിച്ചത്? വെറും പച്ചക്കള്ളവല്ലേ ഇവർക്ക് പറയുന്നത്. അവരുടെ റീച്ചിന് വേണ്ടി അവർ പലതും പറയും. എന്തെങ്കിലും പറയട്ടെ. കല്യാണമാണെന്ന് സ്ഥിരീകരിക്കുന്ന പോലാണല്ലോ ഇത്. എനിക്ക് തോന്നുന്നില്ല ഈ നമ്മൾ ഒരു രോഗം വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ആണെങ്കിലും അല്ലെങ്കിലും ഒരു മനുഷ്യനും ഇത് ശത്രുക്കൾക്ക് പോലും വരാതിരിക്കട്ടെ ഈ രോഗം എന്നേ ഞാൻ പറയുന്നത്. ഞാനും അല്ല, നിങ്ങൾ ഓരോരുത്തരും എന്ത് കേട്ടിപ്പം അങ്ങനെ കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ വിഷമം വരാതിരുന്നിട്ടില്ലായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ചു, വിഷമാണെങ്കിലും എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞു. ഞാൻ അവരോടെല്ലാം കറക്റ്റ് മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ഒരു മറുപടിയെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം വേറൊന്നുമല്ല, എനിക്ക് എന്തെങ്കിലും എന്റെ പ്രേക്ഷകരുടെ അടുത്ത്, അതായത് എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത്, അതും ഇങ്ങനെ ഒരു അസുഖത്തെ പറ്റി എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് പ്രേക്ഷകരുടെ അടുത്ത് വന്ന് പറഞ്ഞിരിക്കും. അല്ലാതെ മറ്റുള്ള വ്ളോഗേഴ്സ്, എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന വ്ളോഗേഴ്സ് എന്തെങ്കിലും കേട്ടറിഞ്ഞ് ഇങ്ങനെ പറയുന്നതല്ല. എനിക്ക് എന്ത് പറയാനുണ്ടെന്നാണ് അവര് നോക്കുന്നത്. എന്താ ഓക്കെ, നിനക്ക് എന്ത് പറയാനുണ്ടെന്ന് വെച്ചാൽ നീ ഒരു ദിവസം ഒന്ന് പറ. അല്ലാണ്ട് ഞാൻ കൂടുതൽ ഇതിൽ ചെകയാൻ നിൽക്കുന്നില്ല.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് താല്പര്യമില്ല നിന്റെ അസുഖത്തിന്റെ പേരും പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട്. ഗതികേട് കൊണ്ട് അതിൻ്റെ അകത്തൊന്നും വീഴുന്നതാണ്. ആ താത്ത ഒറ്റ പരട്ട കളയാറിനാണ് ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് വീഴുന്നത്. ഓക്കെ, അതെനിക്ക് കൂടുതൽ ഇനി പറയാനൊന്നുമില്ല. അതുപോട്ടെ, ഇനി വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത്, അത് കൊടുക്കാം. ദാസേട്ടന്റെ കൂടെയുള്ള വീഡിയോ ലീക്കായെന്ന് കേട്ടല്ലോ. അയ്യോ എടാ, ദാസേട്ടന്റെ കൂടെ അല്ലടാ മോനെ, നിന്റെ തന്തയുടെ കൂടെയുള്ള വീഡിയോ ആയിരുന്നു. തന്തയുടെ ഫോണിൽ കാണിച്ചെന്ന് തിരക്ക് കേട്ടോ. നീ കണ്ടില്ലേ? നിന്നെ കാണിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു അങ്ങേരോട്. കൊള്ളാം, നോട്ടി തന്ത. ഓ, നീ ഒന്നും പറയാനില്ല. കുറച്ചെങ്കിലും ഒരു പൊടിക്കെങ്കിലും അടങ്ങരേണോ കേട്ടെ, അല്ലെങ്കിൽ ചുമ്മാ എന്തിന് നാട്ടുകാരെ പ്രാക്കം വാങ്ങിച്ചു കൂട്ടി ഒരു അരിവയെ കൂടി. ഞാനൊന്നും പറയുന്നില്ല. പിന്നെ കൂടെ നടക്കുന്നതിനൊക്കെ ഒന്ന് അടക്കി നിർത്ത്. അതും കൂടി, അല്ലെങ്കിൽ നിനക്ക് വീണ്ടും ഏറിപ്പോകാനുള്ള സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടാകും. ഞാൻ ഇനി ഈ കണ്ടന്റ് എടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രോൾ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നുമായിട്ട് ഞാൻ വീഡിയോ ചെയ്ത് സംസാരിക്കാൻ വരത്തില്ല. പിന്നെ ഇതുപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ വരും, സംസാരിക്കും. അല്ലാണ്ട് ഞാൻ രേണുസുതി കണ്ടന്റ് നീ എടുക്കത്തില്ല. അതും പ്രതീക്ഷിച്ചിരിക്കുന്നവർ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, പുതിയൊരു വീഡിയോ ഇടണം.